എന്തൊക്കെയുണ്ട് വിശേഷം? അപ്പോൾ ഒരു പുതിയൊരു അടിപൊളി വീഡിയോ ആയിട്ട് ഞാൻ പിന്നെ വന്നിട്ടുണ്ട്. എൻ്റെ കൂടെ അച്ഛനും അമ്മയും ഉണ്ണിയേട്ടനും തന്നെയാണ് യാത്ര. ബോംബെ സൈഡിലേക്ക് കറങ്ങാൻ പോവാണ് കേട്ടോ. ആര് വന്നാലും നാട്ടിൽ നിന്ന് ആര് വന്നാലും അങ്ങോട്ട് ഒരു ട്രിപ്പ് അതെന്തായാലും ഉണ്ടാകും. കുറേ പ്രാവശ്യം പോയതാണ്, എന്നാലും പിന്നെയും പോകുമ്പോൾ രസം തന്നെയാണ്. ഉണ്ണി, ഉണ്ണിക്ക് എന്താ പറയാനുള്ളത്? ഞാനും ഉണ്ണിയും ബാക്കിലാട്ടോ ഇരിക്കുന്നത്. അയ്യോ, അമ്മേനെ അച്ഛനൊക്കെ കാണിച്ചു തരാം. അപ്പോൾ ഞങ്ങൾ ബാൻഡ്രയ്ക്കാണ് പോണത്. ബാൻഡ്രയ്ക്കും പിന്നെ കുറേ ഷോപ്പിംഗ് ഒക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ വീഡിയോയിൽ നമ്മൾ കാണിച്ചു തരാം. അമ്മേ, അയ്യോ, അച്ഛനും അമ്മേനെ കാണിച്ചു തരാം. സെറ്റല്ലേ? അച്ഛനും അമ്മയും എപ്പോഴും സെറ്റാ, പറയേണ്ട താമസമുള്ളൂ, പ്രത്യേകിച്ച് അമ്മ. അല്ല അമ്മ, അമ്മക്ക് എന്താ പറയുള്ളത്? അയ്യോ, ചാട്ടാണ് ഗൈസ്. കണ്ടിട്ട് പറയാ പോവല്ലേ, സന്തോഷത്തില. കണ്ട സ്ഥലങ്ങളുണ്ട്. പിന്നെ ആദ്യമായിട്ടാണ് നമ്മുടെ നീത അംബാനിയുടെ, അതിന്റെ പേരെന്താട്ടാ? നീത അംബാനി കൾച്ചറൽ സെന്റർ. അവിടേക്കാണ് പോണത്. നമ്മൾ അവിടേക്ക് ആദ്യമായിട്ടാണ് കേട്ടോ പോണത്. കുറേ ആയിട്ട് വിചാരിക്കുന്നുണ്ട്. അപ്പൊ ഇങ്ങനെ ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ രസമുള്ളൂ. കുറച്ചും കൂടി ആൾക്കാർ വേണം ഇതേപോലെ. ഉണ്ണിയെ പാട്ട് കേൾക്കുക. അപ്പൊ അമ്മ പറയണ കേൾക്കുന്നുണ്ടോ? അപ്പൊ ഞങ്ങൾ വഴിയെ വിശേഷങ്ങളൊക്കെ കാണിച്ചു തരാം. ഷാട്ട ഒരു ഹായ് പറഞ്ഞേ.
അങ്ങനെ ഞങ്ങൾ ഈ മോള് മുഴുവൻ എക്സ്പ്ലോർ ചെയ്ത് നടക്കുകയായിരുന്നു കേട്ടോ. ഇത് വെറും മോൾ എന്ന് പറയാൻ പറ്റില്ല, ലക്ഷറി ബ്രാൻഡ്സ് മാത്രമുള്ള സാധാരണക്കാർക്ക് ഒന്നുപോലും മേടിക്കാൻ പറ്റാത്ത അത്രയും വലിയൊരു മോളാണ് കേട്ടോ. ഇവിടെ ടിക്കറ്റൊന്നും വേണ്ട, ഇവിടെ ഫ്രീ ആയിട്ട് നമുക്ക് വരാം. പക്ഷേ എന്നാൽ പോലും ഇത് കാണാൻ അങ്ങനെ ഒരുപാട് പേരൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. തിരക്കൊക്കെ വളരെ കുറവ് തന്നെയായിരുന്നു. അപ്പോൾ ഞങ്ങൾ എൻജോയ് ചെയ്തു. നല്ല രസമുണ്ട്. അമ്മയും അച്ഛനും ഒക്കെ നല്ല ഇഷ്ടമായിട്ടോ. നല്ല നീറ്റ് ആൻഡ് ക്ലീൻ, റഷൊന്നും ഇല്ലാണ്ട് കാമായിട്ട് നമുക്കിങ്ങനെ കുറച്ച് ടൈം സ്പെൻഡ് ചെയ്യാം. മേടിക്കാനൊന്നും പറ്റില്ല, കാരണം അത്രയും വിലയല്ലേ എല്ലാ സാധനത്തിനും. ഇവിടെ എത്തിയാൽ നമ്മുടെ ആയിരങ്ങൾക്കൊന്നും ഒരു വിലയും ഉണ്ടാവില്ല, ഒക്കെ ലക്ഷം. അതാവും ഇവിടുത്തെ ഒരു കണക്ക്. എന്നാലും ഇവിടെയുള്ള ആൾക്കാർ അയ്യോ ഇത്രയും വലിയ മോളല്ലേ, ഇവിടെ പോയി എന്താ മേടിക്കുക എന്നൊക്കെ വിചാരിച്ച് വരാണ്ട് നിൽക്കേണ്ട ആവശ്യമില്ല കേട്ടോ. നമുക്ക് കാണാനും ഒക്കെ കുറേ ഉണ്ടല്ലോ ഇവിടെ. ഇതിൻ്റെ ഉള്ളിൽ നിറയെ ഷോസൊക്കെ നടക്കും കേട്ടോ. അപ്പോൾ ഞങ്ങൾക്ക് ഇപ്പോൾ പോകാൻ പറ്റില്ല, അത് നമ്മൾ ടിക്കറ്റൊക്കെ ഓൾറെഡി ബുക്ക് ചെയ്തിട്ട് വരണമല്ലോ. കുറച്ച് മുന്നേ ശോഭന, നമ്മളെ നടി ഉണ്ടല്ലോ, ആക്ട്രസ്, ശോഭനേൻ്റെ പെർഫോമൻസ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അന്ന് പോകണമെന്ന് വിചാരിച്ചു. പിന്നെ ഉണ്ണിക്ക് എക്സാമും കാര്യമായപ്പോൾ അത് പോകാൻ പറ്റില്ല. ഇനി എപ്പോഴെങ്കിലും എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് ഒന്ന് പോയി നോക്കണം, അപ്പോഴല്ലേ അത് കംപ്ലീറ്റ് ആവുള്ളൂ. നമ്മൾ ആരെങ്കിലും ഒരു സെലിബ്രിറ്റീനെയോ അല്ലെങ്കിൽ അംബാനിയിൽ കുടുംബത്തിൽ ആരെങ്കിലുമൊക്കെ കാണുമെന്നൊക്കെ വിചാരിച്ചൊരു പ്രതീക്ഷയോടൊക്കെ വന്നത് കേട്ടോ. പക്ഷെ ആരും കണ്ടില്ല. അപ്പോൾ ആ ചെറിയൊരു സങ്കടം ഉള്ളിൽ വെച്ച് പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് പോരാന്ന് തീരുമാനിച്ചു കേട്ടോ. അമ്മയ്ക്ക് നല്ല ഇഷ്ടമായിരുന്നു ആരെങ്കിലും കാണുമോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. കഴിഞ്ഞ പ്രാവശ്യം ഇവിടെ ഐക്യയിൽ, നവി മുംബൈയിലുള്ള ഐക്യയിൽ പോയപ്പോൾ ശ്വേതാ മേനോനെ കണ്ടിട്ട് ഫോട്ടോ എടുക്കാത്ത സങ്കടം അമ്മയ്ക്ക് നല്ലോണം ഉണ്ട്. അപ്പം ഞാനും വിചാരിച്ചു ഇവിടുന്ന് ആരെങ്കിലും കാണുകയാണെങ്കിൽ ഒന്ന് എടുത്ത് കൊടുക്കാം. പക്ഷേ ആ ഭാഗ്യം കിട്ടിയില്ല കേട്ടോ, ആരും കാണാൻ പറ്റിയില്ല. പക്ഷെ ഞങ്ങൾ കുറേ ഫോട്ടോ എടുത്തു കേട്ടോ. നല്ല ഭംഗിയുണ്ടായിരുന്നു ലൈറ്റിങ്ങും ഒക്കെ കാണാൻ വേണ്ടിയിട്ട്. അപ്പം അതൊട്ടും കുറച്ചില്ല, ആവശ്യത്തിലധികം ഫോട്ടോ എടുത്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഞങ്ങൾ എവിടെ എത്തിയെന്ന് മനസ്സിലായോ? മുന്നിൽ കാണുന്നത് എന്താണെന്ന് മനസ്സിലായോ? ഗേറ്റ് വേ ഓഫ് ഇന്ത്യ ആണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഇടയ്ക്കൊക്കെ വരാറുണ്ട് ഇതുപോലെ, ചാൻസൊക്കെ കിട്ടിയ. അമ്മയും അച്ഛനും വന്നിട്ടുണ്ട് കേട്ടോ. എന്നാലും ഇവിടെ വരുമ്പോൾ ഈ പറഞ്ഞ പോലെ പിന്നെയും വരുമ്പോൾ ഒരു രസം തന്നെയാണ് കേട്ടോ. നമ്മുടെ താജും ഗേറ്റ് വേ ഓഫ് ഇന്ത്യ എല്ലാം കൂടി ഇങ്ങനെ മിക്സായിട്ട് കാണുമ്പോൾ നിറയെ ആൾക്കാരും ഉണ്ടാവും.
നല്ല രസമുള്ളൊരു ഈവനിങ് ആയിട്ടുണ്ടായിരുന്നു. അപ്പോഴേക്കും ലൈറ്റൊക്കെ ഒന്ന് ഡിമ്മായി തുടങ്ങിയിട്ടുണ്ടായിരുന്നു. വരുന്ന വഴിക്ക് ഞങ്ങൾ കുറച്ച് സ്ഥലങ്ങളും കൂടി കണ്ടു. പക്ഷെ അവിടെയൊന്നും അങ്ങനെ ഇറങ്ങണ്ട, ജസ്റ്റ് കണ്ടാൽ മതി എന്ന് പറഞ്ഞപ്പോൾ പിന്നെ ഞങ്ങൾ കാറിൽ ഇരുന്നിട്ട് തന്നെ എങ്ങനെ കണ്ടു. അച്ഛനമ്മ അങ്ങനെ ഇറങ്ങണ്ടെന്ന് പറഞ്ഞു. അവിടെ ഒന്നും ഫോട്ടോ എടുക്കൽ നിർബന്ധമുള്ള കാര്യമാണ്. നമ്മളെ കയ്യിൽ എത്ര നല്ല ഫോൺ ഉണ്ടെങ്കിലും ഇങ്ങനെ ഒന്ന് ക്യാപ്ചർ ചെയ്യുമ്പോൾ അതൊരു രസം തന്നെയല്ലേ. അപ്പോൾ ആ ഫോട്ടോ എടുക്കുന്ന ആൾ അച്ഛനോട് പറയുന്നുണ്ടായിരുന്നു, അച്ഛനെ കണ്ടിട്ട് ഏതോ ഒരു ആക്ടറെ മാതിരി ഉണ്ട് ഹിന്ദിയിലെന്ന്. പേര് ഞാൻ മറന്നു കേട്ടോ. അച്ഛന് പ്രത്യേകിച്ചൊന്നും ഫേസിൽ വന്നില്ല. ആ സ്ഥാനത്ത് ഇപ്പോൾ അത് എന്നോടൊക്കെ ആയിരുന്നു പറഞ്ഞതുണ്ടെന്ന് ഞാൻ പൊളിച്ചേനെ. പിന്നെ ഞങ്ങൾ പോയത് തൊട്ടടുത്ത് തന്നെ നമ്മുടെ താജിൻ്റെയൊക്കെ അടുത്തായിട്ട് തന്നെ കൊളാബ മാർക്കറ്റ് ഉണ്ട് കേട്ടോ. ഷോപ്പിങ്ങിനുള്ളതാണ് അവിടെ. അപ്പം ഒന്നുകൊണ്ട് നടന്നു പോയാൽ അവിടെ എത്തും കേട്ടോ. അപ്പോൾ ഉണ്ണി അമ്മ എൻ്റെ വീഡിയോ എടുക്കുക ഞാൻ പോണത് എന്നൊക്കെ പറഞ്ഞപ്പോൾ എടുത്ത് കൊടുത്തതാണ് കേട്ടോ. വല്ലപ്പോഴേ പറയുള്ളൂ ഇങ്ങോട്ട് എടുത്ത് തായോ അമ്മ എന്നിട്ടോ, അല്ലെങ്കിൽ ഞാനാണ് എപ്പോഴും അങ്ങനെ നിൽക്കുക ഇങ്ങനെ നിൽക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് എടുത്ത് കൊടുക്കണത് കേട്ടോ. അച്ഛനും അമ്മയും ഏട്ടനൊക്കെ ഞങ്ങളെ ബാക്കിൽ വരുന്നുണ്ട് കേട്ടോ. ഞങ്ങളിങ്ങനെ വർത്താനം പറഞ്ഞ് വീഡിയോ എടുത്ത് ഇങ്ങനെ നടക്കുകയാണ് കേട്ടോ. ജസ്റ്റ് നടക്കാൻ ഉള്ള ദൂരം തന്നെയുള്ളൂ, വലിയ ദൂരമൊന്നുമില്ല. ഈ രണ്ട് സൈഡിലും ഇങ്ങനെ നിറയെ കടകളും അതിലൂടെ ഇതിലൂടെ ഇങ്ങനെ ആൾക്കാർ പോവുക, നല്ല വൈബല്ലേ അതൊക്കെ ഇങ്ങനെ കാണാൻ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഷോപ്പിംഗ് ഇഷ്ടപ്പെടാത്ത ആൾക്കാർ വളരെ ചുരുക്കമല്ലേ ഉണ്ടാവുള്ളൂ. മേടിച്ചില്ല അതൊക്കെ പിന്നത്തെ കാര്യം. പക്ഷേ നമ്മളിങ്ങനെ നടക്കുക, വില പേശി നടക്കുക, ഇഷ്ടമുള്ളതൊക്കെ മേടിക്കുക, അങ്ങനെയൊക്കെ. ഇവിടെ പക്ഷേ ഇത്തിരി വില കൂടുതലാണ് കേട്ടോ. ഫോറിനേഴ്സൊക്കെ അവരുടെയൊക്കെ സ്റ്റേ ഉള്ള കാരണം ഇവിടെ എപ്പോഴും കുറച്ച് റേറ്റ് കൂടുതലായിട്ടാണ് എനിക്ക് തോന്നിയത്. ക്വാളിറ്റി ഉണ്ട്, എന്നാലും റേറ്റ് ഈ സെയിം സാധനം നമുക്ക് വേറൊരു മാർക്കറ്റിൽ പോയി അതിൻ്റെ ഹാഫിനൊക്കെ കിട്ടും. അപ്പോൾ നമ്മളത് സെലക്ട് ചെയ്ത് നോക്കിയിട്ടൊക്കെ വേണം മേടിക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. നല്ല വെറൈറ്റി ആയിട്ടുള്ള എല്ലാ ട്രെൻഡിങ് ഡ്രസ്സും നമുക്ക് ഇവിടെ കിട്ടും കേട്ടോ. അപ്പോൾ ഓൺലൈനിൽ കാണുന്നതായാലും ഒക്കെ നമുക്ക് ഇവിടെ തന്നെ കിട്ടും കേട്ടോ. ഉണ്ണിക്കൊക്കെ നല്ല ഇഷ്ടമായി ഇങ്ങനത്തെയൊക്കെ സ്ഥലത്ത് വരുന്നത്. കുറച്ച് മോഡേൺ ടൈപ്സൊക്കെ ഈ നോർമൽ എപ്പോഴും കാണുന്ന കുർത്ത അങ്ങനെയൊന്നും അല്ലാണ്ട് ഇപ്പോൾ ഗേൾസിനൊക്കെ ഇടാൻ പറ്റിയ ആ ടൈപ്പ് ഡ്രസ്സ് നിറയെ കിട്ടും കേട്ടോ. അമ്മയച്ഛനൊക്കെ ഇങ്ങനെ കണ്ട് നടക്കണം. അച്ഛനോട് ഞാൻ ഇടയ്ക്ക് പറഞ്ഞിട്ട് കുഴങ്ങുണ്ടെങ്കിൽ അവിടെ ഇരുന്നോളെ. ഷോപ്പിൻ്റെ ഇടയ്ക്കൊക്കെ ഇങ്ങനെ സ്റ്റൂൾ ഉണ്ടാവും കേട്ടോ. അപ്പോൾ അവിടെ ഇരിക്കുക, അച്ഛനോട് പറയണം വേണ്ട അച്ഛൻ കാണട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് ഇടയ്ക്ക് നടക്കുന്നുണ്ടായിരുന്നു. പിന്നെ നമ്മൾ ഇടയ്ക്ക് നോക്കാൻ വേണ്ടിയിട്ട് അവിടെ നിന്ന് സ്റ്റോപ്പ് ചെയ്യുമല്ലോ. അങ്ങനെ ഉണ്ണി എന്തായാലും നന്നായിട്ട് എൻജോയ് ചെയ്യുന്നു. സാധാരണ ഉണ്ണിക്ക് ഇങ്ങനെ ഭയങ്കര ക്രൗഡഡ് ആയ സ്ഥലത്ത് അത്ര ഇഷ്ടമില്ല. കുറച്ചും കൂടി മുകളിലേക്കൊക്കെ പോണതാട്ടോ ഉണ്ണിക്ക് കംഫർട്ട്. പിന്നെ ഡ്രസ്സിൻ്റെ വെറൈറ്റി ഒക്കെ കണ്ടിട്ട് അങ്ങനെ അന്തം വിട്ട് അങ്ങനെ നടക്കുന്നുണ്ട് കേട്ടോ. ഏട്ടൻ അതിൻ്റെ ഇടയ്ക്ക് ഇവിടെ എന്തെങ്കിലുമൊക്കെ കഴിക്കാൻ കിട്ടുമോ എന്ന് അന്വേഷിക്കാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ട് കേട്ടോ. ഇവിടെ നോർമൽ എപ്പോഴും ഇങ്ങനെ സ്ട്രീറ്റിൽ കോർണറിലൊക്കെ വടാപ്പാവും അതൊക്കെയല്ലേ ഉണ്ടാവും. അപ്പോൾ അതല്ലാണ്ട് വേറെ എന്തെങ്കിലുമൊക്കെ കിട്ടുമോ നോക്കാൻ വേണ്ടിയിട്ട് പോയതാട്ടോ. ലാസ്റ്റ് ഒരു ഫ്രൂട്ട്സിൻ്റെ ഷോപ്പാണ് കണ്ടത്. അവിടെ നിന്ന് ഫ്രൂട്ട്സൊക്കെ നമ്മൾ മേടിച്ചത്. പ്രോപ്പറായിട്ടൊരു ഡിന്നർ കഴിക്കാൻ ടൈം ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷേ ഇത് കാണുമ്പോൾ ഇവിടെ നിന്ന് പോകാനും തോന്നില്ല. എന്നാൽ വിശപ്പുണ്ടോ എന്ന് ചോദിച്ചാൽ വിശക്കണമുണ്ട്. അങ്ങനത്തെ ഒരു അവസ്ഥയിലാട്ടോ ഞങ്ങൾ നടന്നത്. ഞങ്ങൾ കയ്യിൽ കരുതിയിട്ടുണ്ടായിരുന്നു സാധനങ്ങളൊക്കെ, അതും കഴിഞ്ഞ് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. എനിക്ക് തോന്നില്ല. അപ്പോൾ ആ വൈറ്റ് 600 തന്നെയല്ലേ അത്? ആ റേഞ്ച് തന്നെയാണ്. ഞങ്ങൾ ഷോപ്പിങ്ങും ഒക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ടോ. അപ്പോഴേക്കും നല്ല ലേറ്റായിട്ടുണ്ടായിരുന്നു. വിശപ്പിൻ്റെ മാക്സിമം ലിമിറ്റൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങളിങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. ഈ ഭാഗത്ത് നിറയെ പ്രോപ്പറായിട്ടൊരു നമ്മുടെ ഇന്ത്യൻ ഫുഡ് കിട്ടുന്ന റെസ്റ്റോറൻറ്റ് കാണുന്നില്ല കേട്ടോ. നമുക്കത് എന്താണോ വേണ്ടത് അത് തിരയുമ്പം നിറയെ കാണുന്നത് മുഴുവൻ കഫേ മാത്രം കേട്ടോ. അപ്പോൾ ഞങ്ങൾ പിന്നെ കുറച്ച് ദൂരം അങ്ങോട്ട് പോയിട്ട് വേറെ സ്ഥലത്ത് നിന്ന് കഴിക്കാമെന്ന് പറഞ്ഞു കേട്ടേട്ടൻ. അപ്പോൾ ഞങ്ങളങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ട് ഇരിക്കുക എപ്പോൾ എത്തുമെന്ന്. അങ്ങനെ ഫുഡൊക്കെ കഴിക്കാൻ തുടങ്ങിയിട്ടാണ് നമ്മൾ ഓർഡറൊക്കെ ചെയ്തു. അപ്പോൾ സൂപ്പ് കണ്ടപ്പോൾ ഉണ്ണിക്ക് ഇതെന്തായാലും വേണമെന്ന് പറഞ്ഞിട്ട് ഓർഡർ ചെയ്താൽ പക്ഷേ സൂപ്പ് ഫ്ലോപ്പായി.
പറഞ്ഞാൽ ഓക്കെ ആയിരുന്നു. നമ്മൾ വിചാരിച്ചതല്ല കേട്ടോ എത്തിയത്. എന്നാലും കുടിച്ചു. സ്വന്തമായിട്ട് വേണമെന്ന് പറഞ്ഞ് ഓർഡർ ചെയ്ത കാരണമാവും. എങ്ങനെയുണ്ടെന്ന് ചോദിച്ചപ്പോൾ അതേ കണ്ടില്ലേ തല കെട്ടണത്. ബാക്കി നമ്മൾ ഓർഡർ ചെയ്തൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. ഇനി വിശപ്പിൻ്റെ ശക്തി കൂടുതലായതുകൊണ്ടാണെന്നറിയില്ല, എനിക്ക് തണുത്ത് വരച്ചിട്ട് ഞാൻ അമ്മേൻ്റെ ഷോളൊക്കെ അമ്മ എനിക്ക് തന്നതാണ് കേട്ടോ. എനിക്ക് എന്തെങ്കിലും ഇങ്ങനെ മേലെന്തെങ്കിലും ഒന്നും ഉണ്ടെങ്കിൽ നല്ല സുഖമാണ്. പുറത്തൊന്നും അത്ര തണുപ്പുണ്ടായിരുന്നില്ല, ഓക്കെ തന്നെയായിരുന്നു. പക്ഷെ ഇതിൻ്റെ ഉള്ളിലേക്ക് കയറിയപ്പോൾ എനിക്ക് ഭയങ്കര തണുപ്പ് കേട്ടോ. അങ്ങനെ ഞങ്ങൾ ഡിന്നറൊക്കെ കഴിച്ചു. കുറേ ലേറ്റായിട്ടുണ്ട് നമ്മളെല്ലാതും കഴിഞ്ഞ് വന്നപ്പോൾ. ഇപ്പോൾ അച്ഛനും അമ്മയും നാട്ടിലാണ്, അവർ പോയിട്ട് കുറച്ച് ദിവസമായി. ഇപ്പോഴാണ് എഡിറ്റ് ചെയ്യാനൊക്കെ ഞാൻ ഇരുന്നത് കേട്ടോ. എഡിറ്റ് ചെയ്യുമ്പോഴൊക്കെ എന്തോ പോലെ തോന്നുമ്പോൾ പിന്നെയും തിരിച്ചു തന്നെ വെക്കും, പിന്നെ ചെയ്യാമെന്ന് വിചാരിക്കും. അങ്ങനെ ഫൈനലി ഈ വീഡിയോ ഇപ്പോൾ സെറ്റായിട്ടുണ്ട്. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വേഗം കാണാം കേട്ടോ.